ബി.ജെ.പി കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ തിരുമല ഫാണ്ടൂർ സൊസൈറ്റി സെക്രട്ടറി നീലിമ മൊഴി നൽകാൻ എത്തിയിട്ടില്ല എന്നാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണ് അവർ വിശദീകരിക്കുന്നത്? സിജോ, അവിടെ ഒരു ഓഡിറ്റ് നടക്കുന്നുണ്ട് സൊസൈറ്റിയിൽ. സഹകരണ വകുപ്പിന്റെ ഒരു ഓഡിറ്റാണ്. മാസാവസാനമായതുകൊണ്ട് ആ ഓഡിറ്റിൽ ഇതിന്റെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് ഹാജരാകാൻ സാധിക്കില്ല എന്നുള്ളതാണ് നീലിമ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു ദിവസത്തേക്ക് ഹാജരാകാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ നീലിമയും അന്വേഷണ സംഘം സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഒരു 10 മണിയോടുകൂടി എത്താമെന്നുള്ള ഉറപ്പാണ് ലഭിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ എത്തുമെന്നുള്ള ഒരു കാര്യം അറിയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു ദിവസത്തേക്ക് ഹാജരാകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ അന്വേഷണ സംഘത്തെ സമീപിച്ചിരിക്കുന്നത്. ഈ സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നാണ് ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ സാഹചര്യത്തിലാണ് ഇത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായി മൊഴി രേഖപ്പെടുത്താൻ നീലിമയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇതോടൊപ്പം തന്നെ സൊസൈറ്റി സെക്രട്ടറിയോട് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ സഹകരണ രജിസ്ട്രാറോടും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ഈ രേഖകൾ മുഴുവൻ പരിശോധിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. കഴിഞ്ഞ ദിവസം അനിലിന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായ വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തോട് ഇവർ നൽകിയിരുന്നില്ല. ഇതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുക എന്നല്ലാതെ അവരെ കുറ്റക്കാരെ കണ്ടെത്തണമെന്നൊരു ആവശ്യം പറയുക അല്ലാതെ ആരൊക്കെയാണ് ഇത്തരത്തിൽ ആരോപണവിധേയരായിട്ടുള്ള ആളുകൾ, ആരൊക്കെയാണ് സംശയിക്കുന്നത്, ആരൊക്കെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, അനിലിന് അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളിലൊന്നും പേരെടുത്ത് പറയാതെ ഒരു മൊഴിയാണ് അന്ന് നൽകിയിരുന്നത്. അതിനെ തുടർന്നാണ് അന്ന് ബി.ജെ.പി നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇവരുടെ അനിലിന്റെ ഭാര്യയ്ക്ക് എന്നാണ് സംശയിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇന്നോ നാളെയോ അതുണ്ടാകുമെന്നാണ് അറിയുകയും ചെയ്തത്.